ഹായ്, വെൽക്കം ടു ജംബു ഹോസ്റ്റ്. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ 8ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള മാക് അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മാക് അഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസാണ്. മാക് അഡ്രസ്സിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. കുറച്ചുകൂടി വിശദമായിട്ട് മാക് അഡ്രസ്സ്, അതേപോലെ തന്നെ ഹെക്സാഡെസിമൽ, ഡെസിമൽ, ഇങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ മാക് അഡ്രസ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു മാക് അഡ്രസ്സ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നൊരു ഫോർമാറ്റിലാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക്, അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ബേസിക് ഒന്നും അറിയാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ ഹെക്സാഡെസിമൽ എന്താണ്, ഡെസിമൽ എന്താണ്, ബൈനറി എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഹെക്സാഡെസിമലിനെ കുറിച്ചും അതേപോലെ ബൈനറിയെക്കുറിച്ചും ഡെസിമലിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ബൈനറി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറിയാണ്. അത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ബൈനറി എന്ന് പറഞ്ഞാൽ ആകെ 2 വാല്യൂ ഉള്ളൂ. ഒന്ന് 0യും ഒന്ന് 1ഉമാണ്. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിനകത്താണ്. ഈ ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എന്ത് ഫോർമാറ്റിലാണ്? ബൈനറി ഫോർമാറ്റാണ്. കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നതും ബൈനറിയിലാണ്. ആകെ 0s and 1 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് അതിനകത്ത് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ബൈനറി ആയിരിക്കെ മാക് അഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ മാക് അഡ്രസ്സ് ഹെക്സാഡെസിമലിലാണ് സെറ്റ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ സിസ്റ്റം അല്ല, ഡെസിമലും അല്ല, ഹെക്സാഡെസിമലും അല്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടായിരിക്കും അത് ഹെക്സാഡെസിമലിൽ സെറ്റ് ചെയ്യുന്നത്? ബൈനറിയിൽ സെറ്റ് ചെയ്താൽ പോലെ, എന്നാൽ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ എളുപ്പമല്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ ഹെക്സാഡെസിമലിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാം. നമുക്ക് 3 നമ്പർ സിസ്റ്റം. അതിൽ ഒന്നാമത്തെ നമ്പർ സിസ്റ്റം നമുക്ക് ബൈനറി. ബൈനറി ആകെ ഏതൊക്കെയുള്ളൂ? 0യും 1ഉം. ഇതാണ് ബൈനറി. ആകെ 0യും 1ഉം, ഈ 2 സംഖ്യകൾ മാത്രമേ ബൈനറി ആയിട്ടുള്ളൂ. അടുത്തൊരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ എന്ന് പറയും. ഡെസിമൽ ഏതാ? 0 മുതൽ 9 വരെ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അതുവരെയാണ് ഡെസിമൽ. നമ്മുടെ എണ്ണൽ സംഖ്യകൾ. നമ്മൾ ഉപയോഗിക്കുന്നത് ഡെസിമൽ നമ്പറാണ്. നമ്മൾ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ കൊണ്ടല്ലേ ബാക്കിയുള്ള എല്ലാ സംഖ്യകളും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം ഡെസിമൽ നമ്പറിനെ. മൂന്നാമത്തവരാണ് നമ്മുടെ മാക് അഡ്രസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹെക്സാഡെസിമൽ. അതേതാ? 0 മുതൽ 9 വരെയും, പിന്നെ 10 ഇല്ല, 10ന് പകരം എ, ബി, സി, ഡി, ഇ, എഫ് ഇതുവരെയുള്ളതാണ്. എന്ന് വെച്ചാൽ 10ന് പകരം എ എന്ന് പറഞ്ഞാൽ 10ആണ്, ബി എന്ന് പറഞ്ഞാൽ 11ആണ്, സി എന്ന് പറഞ്ഞാൽ 12ആണ്, ഡി എന്ന് പറഞ്ഞാൽ 13ആണ്, ഇ എന്ന് പറഞ്ഞാൽ 14ആണ്, എഫ് എന്ന് പറഞ്ഞാൽ 15ആണ്. ഇതാണ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. അപ്പോൾ ബൈനറി ഉണ്ട്, ഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം ഉണ്ട്. ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറിയാണ്, 0s and 1 ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഡെസിമലാണ്. മാക് അഡ്രസ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഏതിലാണ്? ഹെക്സാഡെസിമലിലാണ്. നമ്മൾ മാക് അഡ്രസ്സ് ഹെക്സാഡെസിമലിൽ സെറ്റ് ചെയ്താലും
കമ്പ്യൂട്ടർ അതിനെ ബൈനറി ആക്കിയിട്ട് തന്നെ എടുക്കുക. അവിടെ കൺവേർഷൻ നടക്കും. ഹെക്സാഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ബൈനറിയുടെ രൂപത്തിലേ കമ്പ്യൂട്ടർ അതിനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബൈനറി സംഖ്യനെ നമുക്ക് ഹെക്സാഡെസിമൽ ആക്കാൻ പറ്റും, ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കാൻ പറ്റും, ഇനി ഡെസിമലിനെ ബൈനറി ആക്കാൻ പറ്റും, ബൈനറീനെ ഡെസിമലും ആക്കാൻ പറ്റും. നമുക്കത് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബൈനറി നമ്പർ ഞാൻ എഴുതാം, അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ എഴുതാം. ആദ്യം നമുക്ക് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നോക്കാം കേട്ടോ. ഡെസിമൽ ടു ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ ഡെസിമൽ നമ്പർ വെച്ചിട്ടാണ് കൂട്ടുന്നത് അല്ലേ, പക്ഷേ അതൊക്കെ ബൈനറി നമ്പർ ഉപയോഗിച്ചാണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഡെസിമലിനെ ബൈനറിയിലോട്ട് എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ഡെസിമൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, എണ്ണൽ സംഖ്യ. ഇപ്പോൾ ഞാൻ ഒരു 128 എന്നുള്ളത് ഒരു ഡെസിമൽ സംഖ്യയാണ്, എന്ന് വെച്ചാൽ ഒരു എണ്ണൽ സംഖ്യയാണ്. 1ഉം 2ഉം 8ഉം കൂടി ചേർന്നാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എന്തിനാ നോക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കാനാണ്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് മൊത്തം എന്തിലാണ്, ബൈനറിയിലാണ്. അപ്പോൾ 128 എന്ന് പറയുന്നൊരു ഡെസിമൽ സംഖ്യയുടെ ബൈനറി നമ്പർ ഏതായിരിക്കും? ബൈനറി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ 128 ഉണ്ടല്ലോ, ഈ 128 എത്ര 2 ഉണ്ടെന്ന് നോക്കുക. ഇങ്ങനെ 2 കൊണ്ട് ഹരിക്കുക. ഇപ്പോൾ 1ൽ 2 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇവിടെ 0 എഴുതാം. അടുത്തത് നോക്കി 12ൽ എത്ര 2 ഉണ്ട്? 6. ശിഷ്ടം വല്ലതും ഉണ്ടോ? ഇല്ല. ബാക്കി 8ൽ എത്ര 2 ഉണ്ട്? 4. 4 2 8 അല്ലേ. അപ്പോൾ ശിഷ്ടം എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. 0 ഇട്ട് കൊടുത്തു. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 6ൽ എത്ര 2 ഉണ്ട്? 3. 4ൽ എത്ര 2 ഉണ്ട്? 2. ശിഷ്ടം എത്രയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. 0 ഇട്ട് കൊടുത്തു. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. ഇതെന്തിനാ? ഡെസിമലിനെ ബൈനറി, ഈ 128 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഇനി 3ൽ എത്ര 2 ഉണ്ട് നോക്കുക. 3ൽ ഒരു 2 ഉള്ളത്. അപ്പോൾ 3ൽ ഒരു 2 ഉണ്ട്. ഒരു 2 2. ശിഷ്ടം എത്ര വരുന്നുണ്ട്? അവിടെ 1 വരുന്നുണ്ട്. ആ 1 ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ എത്രയായി? 12 ആയി. 12ൽ എത്ര 2 ഉണ്ട്? 6 അല്ലേ. അപ്പോൾ ശിഷ്ടം എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. 0. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1ൽ 2 ഉണ്ടോ? ഇല്ല. അപ്പോൾ 16ൽ എത്ര 2 ഉണ്ട് നോക്കുക. 8. ശിഷ്ടം 0. ഇനി അടുത്ത് 4ൽ എത്ര 2 ഉണ്ട് നോക്കുക. 4. ശിഷ്ടം 0. 4ൽ എത്ര 2 ഉണ്ട് നോക്കുക. നേരത്തെ 8ൽ എത്ര 2 ഉണ്ട് നോക്കി. ഇപ്പം 4ൽ എത്ര 2 ഉണ്ട് നോക്കുക. 2. ശിഷ്ടം 0. 2ൽ എത്ര 2 ഉണ്ട്? 1. ശിഷ്ടം 0. അപ്പോൾ ഇവിടെ 1ഓ 0ഓ വന്നാൽ നിർത്തണം കേട്ടോ. അപ്പോൾ ഇതാണ് 128 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. എങ്ങനെ എഴുതുക? ഇവിടെ മുതൽ മുകളിലോട്ട് ഇങ്ങനെ എഴുതുക. എന്ന് വെച്ചാൽ 1 0, ഇവിടെ എത്ര 0 ഉണ്ട്? 1 2 3 4 5 6 7. 1 ഇട്ടിട്ട് 7 0. 2 3 4 5 6 7. 1 2 3 4 5 6 7. ഇതാണ് 128 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. അപ്പോൾ ബൈനറി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ 128 എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അതിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക 1 0 0 0 0 0 0 0 1 7 0 ആ ഒരു ലെവലിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ഡെസിമലിനെ ബൈനറി ആക്കുന്നത്. അങ്ങനെയാണ് നമ്മളിത് പറയുന്നത്. എന്തിനാണ്? ഹെക്സാഡെസിമലിലാണ് നമ്മൾ മാക് അഡ്രസ്സ് കൊടുക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്താണ്? ബൈനറിയാണ്. അപ്പോൾ നമ്മൾ മാക് അഡ്രസ്സ് ഹെക്സാഡെസിമലിൽ കൊടുത്താലും കമ്പ്യൂട്ടർ അതിനെ ബൈനറി ആക്കിയിട്ട് എടുക്കുള്ളൂ അല്ലേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഹെക്സാഡെസിമലായിട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു സംഖ്യ എഴുതാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വേറൊരു സംഖ്യ കൂടി എഴുതി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൺവേർഷനിൽ തന്നെ നമുക്ക് വേറൊരു ഡെസിമൽ നമ്പർ എടുക്കാം. ഇപ്പോൾ വേറൊരു ഡെസിമൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 199 എടുക്കാം. 199.
199 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സുഖമാണ് ബൈനറി കണ്ടുപിടിക്കാൻ. 2 കൊണ്ട് ഹരിച്ചാൽ മതി. 199 എടുക്കുക, നമ്മൾ 2 കൊണ്ട് ഹരിക്കുക. 1 എത്ര 2 ഉണ്ട്? പോവില്ല. 19 എത്ര 2 ഉണ്ട്? 9 2 18 ശിഷ്ടം 1. അപ്പോൾ ഇവിടെ 1 ഇട്ട് കൊടുത്തു, ഇവിടെ 19 ആയി. 19 എത്ര 2 ഉണ്ട്? 9 2 18 ശിഷ്ടം 1. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 9 എത്ര 2 ഉണ്ട്? 4 2 8 ശിഷ്ടം 1. ഇവിടെ 1 19. 19 എത്ര 2 ഉണ്ട്? 9 2 18 ശിഷ്ടം 1. 49 അതിൽ 4 എത്ര 2 ഉണ്ട്? 2. 9 എത്ര 2 ഉണ്ട്? 4 2 8 ശിഷ്ടം 1. 2 എത്ര 2 ഉണ്ട്? 1. 4 എത്ര 2 ഉണ്ട്? 2 ശിഷ്ടം 0 ആണ് അവിടെ, അല്ലേ? കാരണം അതിന് ശേഷം ഹരിക്കാൻ പറ്റും. 12 നോക്കുക, അല്ലെങ്കിൽ 1 നോക്കിയാൽ പോവില്ല. അപ്പോൾ 12 6 ശിഷ്ടം 0. 6 എത്ര 2 ഉണ്ട്? 3 ശിഷ്ടം 0. 3 എത്ര 2 ഉണ്ട്? 1 ശിഷ്ടം 1. എടുത്തെഴുതും എങ്ങനെയാ? ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ 1 1 0 0 0 1 1 1. ഇതാണ് 199 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. ഈ ബൈനറി നമ്മൾ ഇപ്പോൾ ഇതിൽ നമ്മൾ വായിക്കുമ്പോൾ 1 1 0 0 0 1 1 1. ഇതിന് നമ്മൾ ഈ ഓരോ ബൈനറി ഉണ്ടല്ലോ, അപ്പോൾ ആകെ ബൈനറി 2 ഉള്ളൂ. ഏതൊക്കെയാ? 1 0യും 1 1ഉം. ഇതിനെ ബിറ്റുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതൊരു ബിറ്റ്, 2 ബിറ്റ്, 3 ബിറ്റ്, 4 ബിറ്റ്, 5 ബിറ്റ്, 6 ബിറ്റ്, 7 ബിറ്റ്, 8 ബിറ്റ്. 8 ബിറ്റാണ് മൊത്തത്തിലുള്ളത്. ഓക്കെ, 8 ബിറ്റ് ആണ്. ഒരു 199നെ ബൈനറി ആക്കി കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 8 ബിറ്റ് കിട്ടും. അതിൻ്റെ വാല്യൂ ആണ് 1 1 0 0 0 1 1 1. ഇങ്ങനെയാണ് ഡെസിമലിനെ ബൈനറി ആക്കുക. വളരെ സിമ്പിളാണ്, 2 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബൈനറി നമ്പറില്ലേ, ബൈനറീനെ തിരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും? ഡെസിമലും ആക്കാൻ പറ്റും. ഈ കാൽക്കുലേഷനൊക്കെ നമുക്ക് അറിഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുവാണ്, നിങ്ങൾ കൺഫ്യൂഷനൊന്നും ആവണ്ട. ഇപ്പോൾ ബൈനറി നമുക്ക് തിരിച്ച് നമുക്ക് ചെയ്തു നോക്കാം വേണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഞാൻ തിരിച്ച് ഇതിന് നമുക്ക് 199 കിട്ടേണ്ടത്, അല്ലേ? ഏതിനെ ചെയ്താൽ? ഈ പറയുന്ന സംഖ്യേനെ. തിരിച്ചെങ്ങനെ ചെയ്യാം? തിരിച്ച് ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ നേരത്തെ 2 കൊണ്ട് ഹരിക്കുകയല്ലേ ചെയ്തേ, ഇത് നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് തിരിച്ച് ചെയ്യാം. തിരിച്ച് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ വാല്യൂ ഒന്ന് എടുത്ത് എഴുതുകയാണ്. 1 1 0 0 0 1 1 1. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ അല്ലേ? നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്കറിയാം ഓൾറെഡി. എത്ര കിട്ടുക? 199 കിട്ടുക, അല്ലേ? എങ്ങനെ തിരിച്ച് ചെയ്യുമ്പോൾ കിട്ടുമെന്നറിയോ? ഇപ്പോൾ നമുക്ക് വലതുവശത്ത് നിന്ന്, ഇതാണ് ഇടതുവശത്ത് നിന്ന് വലത്തോട്ടല്ല, വലത് നിന്ന് ഇടത്തോട്ട് നമുക്ക് ഡെസിമൽ നമ്പർ ഇട്ട് കൊടുക്കുക. 0 1 2 3 4 5 6 7 7 വരെ ഉള്ളൂ. 8 ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി എന്താ ചെയ്യുക? വളരെ എളുപ്പമാണ്. ഈ 1 ഇല്ലേ, ഇതിനെ താഴത്തോട്ട് എടുത്ത് എഴുതുക. 1 ഇൻറ്റു ഇവിടെ എത്ര വന്നിരിക്കണേ? 7, അല്ലേ? അപ്പോൾ 2 കൊണ്ട് 2⁻7 പ്ലസ് അടുത്ത 1 എടുത്ത് എഴുതുക. 1 ഇൻറ്റു 2 എത്രയാ? 6 പ്ലസ് അടുത്തത് 0 0 ഇൻറ്റു 2⁵ പ്ലസ് 0 ഇൻറ്റു 2⁴ പ്ലസ് 0 ഇൻറ്റു 2⁵ പ്ലസ് 1 ഇൻറ്റു 2⁵2 പ്ലസ് 1 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻0. എല്ലാം ഇൻറ്റു 2⁻2 കാണുക മുകളിലുള്ള ഡെസിമൽ വെച്ചിട്ട്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. 1 ഇൻറ്റു 2⁻7. 2⁻7 എന്ന് പറഞ്ഞാൽ എന്താ? 2⁻7 എന്ന് പറഞ്ഞാൽ 14 അല്ല കേട്ടോ, 2നെ 7 കൊണ്ട് ഗുണിക്കുകയല്ല. 2⁻7 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇങ്ങനെയാണ് 3 4 5 6 7. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32, 32 ഇൻറ്റു 2 64, 64 ഇൻറ്റു 2 128. 2⁻7 എന്ന് പറഞ്ഞാൽ 128. 2⁻6 64, 2⁻5 32, 2⁻4 16, 2⁻3 8, 2⁻2 4, 2⁻1 2, 2⁻0 1. ഇങ്ങനെ കിട്ടുക. ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖം. ഇനി 1 ഇൻറ്റു ഇവിടെ എഴുതാട്ടോ, സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ്. 1 ഇൻറ്റു 2⁻7 എത്രയാണ്? 128 പ്ലസ്
1 ഇൻറ്റു 2⁻6 എത്രയാ 64 പ്ലസ് 0 ഇൻറ്റു 2⁵ എത്രയാ 32 പ്ലസ് 0 ഇൻറ്റു 2⁴ എത്രയാ 16 പ്ലസ് 0 ഇൻറ്റു 2⁵ എത്രയാ 8 പ്ലസ് 1 ഇൻറ്റു 2⁻² എത്രയാ 4 പ്ലസ് 1 ഇൻറ്റു 2⁻1 എത്രയാ 2⁻1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 ഇൻറ്റു 2⁻0 എത്രയാ 1. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 128 ഇവിടെ 128 കിട്ടുക, ഇവിടെ 64 കിട്ടുക. 0 ഇൻറ്റു 32 എത്രയാ, ഇത് 0 ആയി പോവും. 0 ഇൻറ്റു 16 0, 0 ഇൻറ്റു 8 0. ഏതൊരു സംഖ്യനെ 0 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടും എന്താണ് 0 ആയി കിട്ടുക. അപ്പോൾ ഇതൊന്നും ഈ 3 എണ്ണം നോക്കണ്ട. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 128 പ്ലസ് പിന്നെ ഒരു 64 പിന്നെ ഒരു 4 പിന്നെ ഒരു 2 പിന്നെ ഒരു 1. 8 4 12 4 16 18 1 19 9 ശിഷ്ടം 1 6 2 8 1 9 ഇവിടെ 1 199. ഉണ്ടോ? ഏതൊരു സംഖ്യനെ ബൈനറി ആക്കാൻ പറ്റും, ഡെസിമലും ആക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. 2 കൊണ്ട് ഹരിക്കുക, മറ്റേതാകുമ്പോൾ തിരിച്ച് 2 കാണുക. നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ ഇട്ട് തരാം. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ 2 സംഖ്യകൾ എഴുതി തരാം. ഒന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഏതാണ് എന്നാണ്. വേറൊന്ന് 235-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണെന്ന് എഴുതണം. പിന്നെ ഉള്ളത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണെന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതുക. ഓക്കെ, 2 കൊണ്ട് ഹരിക്കുകയും മറ്റേതാകുമ്പോൾ 2 കാണുകയും ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇതാണ് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇത് വളരെ എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഇനി നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ നിങ്ങൾ ഏകദേശം കൺവേർഷനൊക്കെ പഠിച്ചു എന്ന് തോന്നുന്നു. നമുക്ക് ഹെക്സാഡെസിമൽ കൺവേർഷൻ കൂടെ പഠിക്കാനുണ്ട്. അതിലോട്ടാണ് നമ്മൾ വരുന്നത്. നമുക്കിവിടെ ബൈനറി, ഇപ്പോൾ നമുക്ക് ഡെസിമൽ എഴുതാം. ഡെസിമൽ, അടുത്തത് ബൈനറി, അടുത്തത് ഹെക്സാഡെസിമൽ. ഇപ്പോൾ ഒരു ബൈനറി തുടങ്ങുന്ന എവിടുന്ന 0 നിന്നാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ സംഖ്യ ഡെസിമൽ 0. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാ? 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ എത്രയാണ്? 0 ആണ്. അടുത്തത് 1. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? 1 ആണ്. ഹെക്സാഡെസിമൽ എത്രയാണ്? 1 ആണ്. 2. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാ? 2 കൊണ്ട് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കാണാൻ 2 കൊണ്ട് ഹരിക്കുക. 2ൽ എത്ര 2 ഉണ്ട്? 1. ശിഷ്ടം 0. അപ്പോൾ എത്രയാ? 1 0. ഇതെത്രയാ? ഹെക്സാഡെസിമൽ എത്രയാ? 2. ഹെക്സാഡെസിമൽ 0 മുതൽ 9 വരെ, പിന്നെ A മുതൽ F വരെ ഉണ്ടല്ലോ. അടുത്തത് 3. 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാ? 1 1. ഹെക്സാഡെസിമൽ എത്രയാ? 3. ഇവിടെ കുറച്ച് മായ്ക്കട്ടെ. ഓക്കെ, ഒന്നും കൂടെ എഴുതാം. ബൈനറി എത്രയാണ്? 0 1. ഇവിടെ 1 0. 3ക്ക് 1 1. 4 ആണെങ്കിലോ? 4 ആണെങ്കിൽ 1 0 0. 5 ആണെങ്കിൽ 1 0 1. ഇവിടെ 5 തന്നെ വരിക. 6 ആണെങ്കിൽ 1 1 0. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് നോക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ. 7 ആണെങ്കിൽ 1 1 1. 8 ആണെങ്കിൽ ഓക്കെ,
ഇപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമ്പോൾ ഈ ബൈനറി ഹെക്സാഡെസിമൽ എന്നൊക്കെ എഴുതുമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു ഹെക്സാഡെസിമൽ സംഖ്യ എ മുതൽ എഫ് വരെ ഉണ്ടല്ലോ. എ മുതൽ എഫ് വരെയാണ് ഹെക്സാഡെസിമൽ അല്ലേ. എ മുതൽ എഫ് വരെയും 0 മുതൽ 9 വരെ കേട്ടോ. ഇങ്ങനെയാണ് 0 മുതൽ 9 വരെ, എ മുതൽ എഫ് വരെ. ഒരു ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 4 ബിറ്റുകൾ കൂടി ചേർന്നാണ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈനറി ആകെ 0യും 1 അല്ലേ ഉള്ളൂ. 0 ഒരു ബിറ്റും 1 എത്രയാണ്? അടുത്തൊരു ബിറ്റുമാണ്. അപ്പോൾ ഒരു ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 4 ബൈനറി കൂടി ചേർന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഹെക്സാഡെസിമൽ എഴുതി, ഇവിടെ 0 എഴുതുമ്പോൾ ഈ 0യുടെ ഇപ്പുറത്ത് നമ്മളൊരു 3 0 അങ്ങനെ 4 ബിറ്റാക്കുക. ഇവിടെയും 4 ബിറ്റാക്കി എഴുതുക, ഇവിടെയും 4 ബിറ്റാക്കി എഴുതുക, ഇവിടെയും 4 ബിറ്റാക്കി എഴുതുക, ഇവിടെയും 4 ബിറ്റ്, ഇവിടെയും 4 ബിറ്റ്, ഇവിടെയും 4 ബിറ്റ്, ഇവിടെയും. ബാക്കിയുള്ളതിനൊക്കെ പിന്നെ ഇടതുവശത്ത് 0 ഇട്ടിട്ട് 0ന് വലിയ വാല്യൂ ഒന്നും ഇല്ലല്ലോ. എന്നുവെച്ചാൽ ഒരു ഹെക്സാഡെസിമൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 4 ബൈനറി 4 ബിറ്റുകളായതുകൊണ്ടാണ് നമ്മൾ ബൈനറി എന്താക്കി എഴുതുന്നത്? 4 ബിറ്റാക്കി എഴുതുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ 8 വരെ ഉള്ളത് കണ്ടു. ഇനി നമുക്ക് 9ൻ്റെ നോക്കാം. 9 ആണെങ്കിൽ എങ്ങനെയാണ് വരിക? 9 ആണെങ്കിൽ ഇതിപ്പോൾ വായിക്കേണ്ട വരും, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ 9 ആണെങ്കിൽ വരിക 9 ഡെസിമൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വരിക 1001 ആണ്. അതിൻ്റെ ഹെക്സാഡെസിമൽ 9 വരിക. 10 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വരിക 1010 എന്നാണ്. അതിൻ്റെ ഹെക്സാഡെസിമൽ വരിക എന്താണ്? എ ആണ് വരിക. 11 ആണെങ്കിൽ 1011 എന്നാണ്. അതിൻ്റെ ഹെക്സാഡെസിമൽ ബി ആണ് വരിക. ഇനിയിപ്പോൾ 12 ആണെങ്കിൽ 1100 എന്നാണ്. അതിൻ്റെ ഹെക്സാഡെസിമൽ സി ആണ് വരിക. 13 ആണെങ്കിൽ 1101 എന്നാണ്. അതിൻ്റെ ഹെക്സാഡെസിമൽ ഡി ആണ് വരിക. 14 ആണെങ്കിൽ 10 അല്ല, 14 ആണെങ്കിൽ വരിക 1110 എന്നാണ്. ഹെക്സാഡെസിമൽ വരിക ഇ ആണ്. 15 ആണെങ്കിൽ 1111 എന്നാണ്. ഹെക്സാഡെസിമൽ വരിക എഫ് ആണ്. ഓക്കെ, ഇതാണ് വരിക. 15 വരെയല്ലേ ഉള്ളൂ ഹെക്സാഡെസിമൽ. അപ്പോൾ 15 വരെയുള്ളതിൻ്റെ ഡെസിമൽ നോക്കി നമ്മൾ ബൈനറി നോക്കി, അതേപോലെ തന്നെ ഹെക്സാഡെസിമൽ നോക്കി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. 15ൻ്റെ വാല്യൂ ഞാൻ എത്ര എഴുതിയത്? 15നെ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ 15ൻ്റെ വാല്യൂ ഹെക്സാഡെസിമൽ അല്ല, ബൈനറിയായി കൺവേർട്ട് ചെയ്തപ്പോൾ ഇതല്ല എഴുതിയത് 1111. അത് നോക്കി നോക്കാം നമുക്ക്. 15നെ 2 കൊണ്ട് ഹരിച്ചാൽ 1ൽ 2 പോവില്ല. 15ൽ 7 2 14 ശിഷ്ടം 1, 7ൽ 3 ശിഷ്ടം 1, 3ൽ 1 ശിഷ്ടം 1. ഓക്കെ, 1 1 1 1 അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1111 എന്ന് എഴുതി കഴിഞ്ഞാൽ എഫ് ആണ്. നമുക്ക് ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഡെസിമലിനെ ഹെക്സാഡെസിമലും ആക്കാം, അതേപോലെ തന്നെ ഡെസിമലിനെ ബൈനറി ആക്കാനും ഒക്കെ എഴുതാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാക് അഡ്രസ്സ് ഹെക്സാഡെസിമൽ എഴുതുന്നതെന്ന്. മാക് അഡ്രസ്സ് ഹെക്സാഡെസിമൽ എഴുതുന്നതെന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് എൻ്റെ പി സിയുടെ മാക് അഡ്രസ്സ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ CMD ഇതിൽ പോയിട്ട് IP കോൺഫിഗ് എടുത്ത്, IP കോൺഫിഗ് അല്ല, ഗെറ്റ് മാക് കേട്ടോ, സോറി കമൻറ്റ് മാറിപ്പോയതാണ്, ഗെറ്റ് മാക്. അപ്പോൾ ഞാൻ ഈ ഒരു മാക് അഡ്രസ്സ് എടുത്തു. ഈ ഒരു മാക് അഡ്രസ്സ് ഞാൻ പുതിയൊരു വൈറ്റ് ബോർഡ് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഇപ്പം ഞാൻ ഒരു മാക് അഡ്രസ്സ്, ഇപ്പം എൻ്റെ പി സിയുടെ മാക് അഡ്രസ്സ് D8 ഇവിടെ എഴുതാം. D8 പിന്നെന്താണുള്ളത് 5ED3 5ED3 30F8 30F8 EF
EF ഇത് ഹെക്സാഡെസിമൽ ആണല്ലോ അല്ലേ. ഡിയും എഫ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. മാക് അഡ്രസ് എത്ര ബിറ്റാന്ന് പറഞ്ഞാൽ 48 ബിറ്റാന്നല്ലേ പറഞ്ഞത്. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ഹെക്സാഡെസിമൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാ? 4 ബിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 4, ഇത് 4, ഇത് 4, ഇത് 4, ഇത് 4, ഇത് 4, 4, 4, 4, 4, 4, 4. ഇപ്പോൾ മൊത്തം എത്രയായി? 12, 4 വന്നില്ലേ? 12, 4, 48. അതാണ് 48 ബിറ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഹെക്സാഡെസിമൽ സംഖ്യ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1101 എന്നാണ്. അപ്പോൾ 4 ബിറ്റായില്ലേ. 8ൻ്റെ വാല്യൂ എത്രയാണ്? 8ൻ്റെ വാല്യൂ 1000 എന്നാണ്. അപ്പോൾ 4 ബിറ്റായി. അങ്ങനെയാണ് മൊത്തം 48 ബിറ്റ് എന്ന് പറയുന്നത്. ഈ 48 ബിറ്റ് എന്ന് പറയുന്നത് ബൈനറി കണക്കാണ്. ഓക്കെ, മൊത്തം 48 ബിറ്റാണുള്ളത്. അപ്പോൾ നമ്മളിത് ഹെക്സാഡെസിമലിൽ കൊടുക്കാനുള്ള കാരണേ, ഇത് നമ്മൾ ഡെസിമലാക്കി എഴുതുവാണെങ്കിൽ ഇത് വലിയൊരു സംഖ്യ വരിക. അപ്പോൾ ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഡീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? 1101. അത് ഡി അല്ലേ. അടുത്ത 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 1000. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 0101. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1110. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1101. 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 0010. 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീണ്ടും 0010. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 0000. എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 1111. 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 1000. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1110. എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 1111. ഇത്രയും വലിയ സംഖ്യ എഴുതുന്നതിന് പകരം അത് ഇത്രയും ചുരുക്കിയിട്ട് ഹെക്സാഡെസിമലിൽ എഴുതിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഓർത്ത് വെക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ അതിന് എന്ത് ചെയ്തോളും? ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കിക്കോളും. പക്ഷേ ഇത്രയും വലിയ, അപ്പോൾ ഈ ഒരു പി സിയുടെ, ഇപ്പോൾ എൻ്റെ പി സിയുടെ മാക് അഡ്രസ്സ് ഇങ്ങനെ വരിക: 1110 1000 0101 1110 1101 0010 0010 0000 1111 100 1110 1111. ഇത്രയും വലിയ സംഖ്യ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം അതിനെന്താക്കി? ഹെക്സാഡെസിമലിലോട്ട് ആക്കിയിട്ട് D8 5E D3 30 F8 EF എന്നുകൊണ്ട് ചുരുക്കി എഴുതി. അപ്പോൾ നോക്കിയേ, 1101 100 1000 എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? D8. ഇനിയിപ്പോൾ D3 എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞത് കിട്ടുക ഡി എത്രയാ? ഡി എന്ന് പറഞ്ഞാൽ 1101. 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 എന്ന് പറഞ്ഞാൽ 0010. അപ്പോൾ കൂട്ടി ചെയ്താൽ D3ക്ക് പകരം എന്ത് ചെയ്താൽ മതി? 1101 0010. ഇത്ര എഴുതുന്നതിന് പകരം, ഇത്രയും വലിയ സംഖ്യ എഴുതുന്നതിന് പകരം D3 എന്നുകൊണ്ട് എഴുതിയാൽ മതി. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് റിമെമ്പർ ചെയ്ത് വെക്കാനും നമുക്ക് വേഗം ടൈപ്പ് ചെയ്യാനൊക്കെ എളുപ്പം ഏതാണ്? ഹെക്സാഡെസിമലിൽ എഴുതുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാക് അഡ്രസ്സുകൾ മൊത്തം എന്തിൽ എഴുതുന്നത്? ഹെക്സാഡെസിമലിൽ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഹെക്സാഡെസിമൽ കൺവേർഷൻ സുഖമാണ്. ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഹെക്സാഡെസിമൽ കൺവേർഷൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് എഴുതാം. ഇപ്പോൾ EF ഇതൊരു ഹെക്സാഡെസിമൽ സംഖ്യയാണ്. ഓക്കെ, ESPന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണ്? എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇയുടെ വാല്യൂ എത്രയാണ്? ഇയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. എത്രയാണ്? 1110. എഫിൻ്റെ വാല്യൂ എത്രയാണ്? 1111. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ EF ആയി. ഓക്കെ, ഇത് ഒരു 4 ബിറ്റ്, ഇതൊരു 4. ഒരു ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ മൊത്തം 4 ബിറ്റാണ്. അപ്പോൾ 4 മൊത്തം 8 ബിറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, പിന്നെ ബൈനറി ടു ഹെക്സാഡെസിമൽ ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മാക് അഡ്രസ്സ് ബൈനറിയിൽ ശേഖരിച്ച് വെക്കാത്ത, അല്ലെങ്കിൽ ബൈനറിയിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഹെക്സാഡെസിമലിൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഹെക്സാഡെസിമലിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കി എഴുതാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് റിമെമ്പർ ചെയ്ത് വെക്കാനൊക്കെ വളരെ എളുപ്പം എപ്പോഴും എന്താണ്? ഹെക്സാഡെസിമലിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മാക് അഡ്രസ്സിനെ കുറിച്ച് ഇത്രയാണ് ഇപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനതിനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ IP അഡ്രസ്സിനെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ നാളെ ചിലപ്പോൾ ക്രിമ്പിങ്ങിൻ്റെ ടൂൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്രിമ്പിങ്ങിൽ നിന്ന് കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോസ് പെൻഡിങ് ഉണ്ട്.
ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ CCNA വേറൊരു ക്ലാസ്സിൽ കാണാം.